Yes. You're excited? Yes, baby. Okay. What sound does a horse make? Me. Nee. What sound does a chicken make? Duck. Cluck, 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 cluck. ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? എൻ്റെ പേര് അങ്കിത ശ്രീധർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഫാം. ഇതിന് മുന്നേ ഞാനൊരു ചെറിയ തോട്ടത്തിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഇത് ഫ്രൂട്ട്സിന് വെജിറ്റബിൾസിന് ഫാമല്ല, ഇത് ആനിമൽ ഫാമാണ് ആക്ച്വലി. സോ ഇത് കുട്ടികൾക്കുള്ള ഒരു കുഞ്ഞി ഫാമാണ്. ഇവിടെ കുറേ പശുക്കളും പിന്നെ പശുവും കോഴിയും ആടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. ഇതൊന്നും ഇവർ ഇവിടുന്ന് സിറ്റിയിൽ നിൽക്കുമ്പോൾ കാണുന്നില്ലല്ലോ. ആൻഡ് ഇതിൻ്റെ മെയിൻ ഒരു എക്സൈറ്റിംഗ് കാര്യം എന്താണെന്നറിയോ? മെൽബൺ സിറ്റീൻ്റെ നടുവിലാണ് ഈ ഒരു ഫാം ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫാമിൻ്റെ ഉള്ളിൽ കയറി കണ്ടാൽ നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല ഇത് സിറ്റീൻ്റെ ഉള്ളിലുള്ള ഒരു ഫാമാണ് കേട്ടോ. ഇതെവിടെയോ വലിയ കൺട്രി സൈഡ് പോയ പോലെ തോന്നുന്നു, പക്ഷേ ഇത് ആക്ച്വലി സിറ്റീൻ്റെ ഉള്ളിലുള്ള ഫാമാണ്. ഇവിടെ ഇപ്പം ഉള്ളത് ഫുൾ ഗോട്ട്സ് ആണ്. ഈ ഗോട്ടിൻ്റെയൊക്കെ സൈസാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കുഞ്ഞായിരുന്നു ആക്ച്വലി. അപ്പോൾ എനിക്കറിഞ്ഞൂടാ കേട്ടോ, ഞാൻ കുറേ ഗോട്ടിനൊന്നും കണ്ടിട്ടില്ല. എന്നാലും അപ്പോൾ എറ്റ് ടൈം നമുക്കിപ്പം 6 ആക്കാറ്റേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ബാക്കി എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. അവർ ഇതേ ഗോട്ടിന് തീറ്റയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏയ് ഷിതി, ഗോട്ട്. യെസ്, Look at that dot. ടോട്ട് അല്ലടാ, ഗോട്ട്. ഗോട്ട്, Dot. യെസ്, ഗോട്ട്. Dot. ഗോട്ട്. വാ, ഇനി വാ, നമുക്ക് ഇങ്ങോട്ട് നോക്കാലോ. ഓ ലുക്ക്, ദേർസ് ചിക്കൻ. ഷിതി, കം ഹിയർ ഷിതി. ഓ എന്ത് സ്റ്റൈലാ കോഴീനെ കാണാനല്ല കേട്ടാ. വെളുവെളാ വെളുത്തിരിക്കുന്നു. ഈ കോഴീനെ വെച്ച് കുളിപ്പിക്കലുണ്ടാ? അതിന് എന്ത് സൈസാന്ന് നോക്കിയാട്ടെ. This happened to chicken. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ചിക്കൻ? ചിക്കൻ ഒന്ന് ചൊറിയുന്നതാടാ. അതുകൊണ്ട് അതിൻ്റെ തൊട്ടിപ്പുറം ഇവിടെ ലെമണിൻ്റെ ഒക്കെ ഒരു ട്രീ ഒക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര കോമൺ ആയിട്ട് മിക്ക വീട്ടിലും കാണുന്നതാണ് ഇങ്ങനത്തെ ലെമൺ കേട്ടോ. അറ്റ്ലീസ്റ്റ് ഇതിലധികം ലെമൺ ഇല്ല. ചില വീട്ടിലുണ്ടല്ലോ ഫുൾ ലെമൺ പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഈ ജാക്കറ്റൊക്കെ, ഓ പാമ്പുണ്ടാവുന്ന സ്നേക്സ് ആക്റ്റീവ് വാർമർ മന്ത്സ്. ബട്ട് ഇന്ന് തണുപ്പാണ്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അവിടെ പാമ്പുണ്ടാവും എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇന്ന് ആക്ച്വലി ഇവിടെ സമ്മർ സീസൺ ആട്ടോ. നമ്മളൊക്കെ കണ്ട ജാക്കറ്റ് ഇട്ടിട്ട്. ഇന്നലെ വരെ നല്ല കട്ട ചൂടായിരുന്നു. ഇന്നുണ്ട് പെട്ടെന്ന് 15 ഡിഗ്രിയൊക്കെ. ലൈക്ക് ഈ മെൽബൺ വെദർ ഇസ് വെരി അൺപ്രഡിക്റ്റബിൾ. എപ്പോഴും ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ട്. ഇത്ര നേരം മഴയായിരുന്നു, ഭാഗ്യത്തിന് ഇപ്പം മഴ നിന്നു. അങ്ങനെ ആക്ച്വലി ഇത് ആനിമൽ ഫാം കൂടാണ്ട് ഇവിടെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ കുറച്ചു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡക്ലിങ്. ഈയിടെ ഡക്ക് പ്രസവിച്ചാലല്ലേ ഡക്ലിങ് ഉണ്ടാവുള്ളൂ. ഈ ഡക്കിന് കുട്ടികളാരും ഇല്ല. ഓക്കെ, നമുക്ക് വേറെ ആനിമൽസ് ഉണ്ടോ നോക്കാമല്ലോ. ബാ പോ, അച്ഛൻ്റെ കൂടെ നടക്ക് പോ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഏട്ടാ? ഓ ഹോസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലേ. ലുക്ക്, ഹോസിന്റെ പിന്നാമ്പുറായി പോയി കിട്ടുന്നത്. ടു ഹോസ്. ഓക്കെ, എന്ത് ഹോസ്? ഗംട്രിയാ? ഗ്രംപി ഹോസ്. Big horses are often cranky and nip. Wave hello to them. സിദ്ധിയായിട്ട് സോഷ്യലൈസിങ് തുടങ്ങി. ഇവിടെ വൻ സോഷ്യലൈസിങ്. ലുക്ക് ഹോസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ എന്നാണ് കുട്ടി പറയുന്നത്. ഇതാന്ന് തോന്നുന്നുണ്ടാ ഗ്രംപി ഹോസ്. അവനെ ഇടക്കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഒരൊറ്റ തിഴുന്നിട്ട് ഞാനിവിടുന്ന് ഓടും. നമ്മൾ ഹോസിന്റെ ബ്യൂട്ടി ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ പീക്കോക്ക് ഉണ്ട് ഇവിടെ. സിദ്ധി come here സിദ്ധി. പീകോക്ക്. സിദ്ധി come here. No, peacock is a peacock. Look. എന്തൊരൊക്കെയാണ് കുഞ്ഞ്. ആ കുഞ്ഞ് വായിന്നിരുന്ന സൗണ്ട് നോക്കിയിട്ട്. പണ്ട് ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ അവിടേക്ക് എപ്പോഴും പീക്കോക്ക് കുറേ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കുറേ ആയി എന്നെ കണ്ടിട്ട്. പീക്കോക്ക് വരട്ടെ. അതെ പീക്കോക്ക്. പീക്കോക്ക് ഈസ് കമ്മിങ്. ഓ ലുക്ക് അറ്റ് ദാറ്റ്. ഡോണ്ട് ടച്ച്. എന്തിനാ വെറുതെ? ഓ peacock is going. Yeah. It's going so long. Yeah, it's beautiful. Peacock.
is so funny. ഹോഴ്സ് ഇസ് സോ ഫണ്ണി. ആ. ഫണ്ണി ഒന്നും ആയിരിക്കില്ല കേട്ടോ തിരിഞ്ഞാൽ. Horse is so beautiful. Horse is so beautiful. നീ അത്ര നീട്ടണ്ട. ബ്യൂട്ടിഫുൾ Horse is so beautiful. Horse is so beautiful. കൗനെ കാണാൻ പോവാണ്. ഐ കാണ്ട് ഇമാജിൻ യുനോ. നാട്ടിൽ ഇത്രയും പശുക്കളെ വെച്ചിട്ട് ഞാനിവിടെ ഓസ്ട്രേലിയ വന്നിട്ട് പശുവിനെ കാണാൻ ടിക്കറ്റ് എടുത്ത് വന്നു. $10-12 ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പശുവിനെ കാണാൻ വന്നത്. ആ ഹോസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക കൗസിനെ കാണാമല്ലോ. ബാ. പിഗ്സ് ബൈറ്റ് ഡു നോട്ട് ഫീഡ്. ഓക്കെ നമുക്ക് പിഗ് ഡു യു വാണ്ട് സീ പിഗ്സ്? ഡു യു വാണ്ട് സീ എ പിഗി? ബാ കം ഹിയർ. ജേക്കബ് ആൻഡ് മോട്ടു ലുക്കില്ലേ? എൻ്റെ അമ്മേ. എടാ ഏട്ടാ അവർക്ക് എടുത്ത് കാണിച്ചു കൊടുക്ക. എൻ്റെ അമ്മ എന്തൊക്കെ ചെറിയ സൈസാണ്. പിഗി സ്ലീപ്പിങ്. എന്താ എടാ വേറെ പിഗ്സ് ഇല്ല? മറ്റേ പിങ്ക് പിഗ്സ്. ഈ പിഗിന് ഗ്ലാമർ ഇല്ല. നമുക്ക് പോലോ. എടാ പിഗ് സ്ലീപ്പിങ്. നീ ഒച്ചപ്പാടാക്കിയിരുന്ന പിഗ് എണീക്കും കേട്ടാ. വേഗം ബാ നടക്ക്. സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടോ. പിഗിന് ദേഷ്യം പിടിക്കില്ല. സ്റ്റിങ് വന്നോ വേഗം ബാ. ഓ ഇതേ ശരി. ഇതാ പീക്കോക്ക്. ഇതെവിടെ? വേറെ പീക്കോക്ക്. ഓഹോ ഇത് വേറെ പീക്കോക്കാണ്. എന്ത് രസം നോക്കിയാൽ അതിനെ. എന്തൊക്കെ കളേഴ്സാന്ന് നോക്കിയാട്ടെ. ഓ എനിക്ക് ആക്ച്വലി ഇത് ആ ബ്ലൂ കളർ ഒരു സാരി വേണമെന്ന് എനിക്ക് പണ്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിട്ട ഞാൻ തിളങ്ങും. വേറെ പശു. സത്യം കേട്ടാ. ശരി കേട്ടാ. ശരിക്കും ആ ബെസ്റ്റ്. സിദ്ധി ചിക്കനെ കണ്ടുപിടിച്ച സിദ്ധി കണ്ടുപിടിച്ചതാണ് ആ പോന്ന ഉറുമ്പൻ. ഹലോ. Hello. Come on. Sorry. ആ അതിൻ്റെ കൊത്ത് കിട്ടി. ഇങ്ങോട്ട് വന്നേ. ഓ എൻ്റെ അമ്മ എന്ത് വലുതായിട്ടാ അത്. ആ ഡക്കി നോക്കിയാവുന്നതിന് എന്ത് സൈസാണ്. Mommy and Daddy. എൻ്റെ അമ്മ എന്ത് സൈസല്ലേ. എടാ നീ എങ്ങോട്ടാ പോകുന്നത്? Madam. ഞാൻ വരുന്നില്ല. ഡക്ക് കൊത്തു. It's them. ഐ ഡോണ്ട് വാണ്ട് ടു കം. അതാ അച്ഛ വിളിക്കുന്നത്. അച്ഛ വിളിക്കുന്നത്. ആ ശരി. ബാണെന്ന് തൊട്ട് പറ്റിപ്പാണോ? ഇവിടെ ഒന്നുമില്ലേ? ഇവിടെ ഇങ്ങനെ കിഡ്സിന് ഇരിക്കാനും കളിക്കാനും കുറച്ച് ആർട്ട് ചെയ്യാനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും അതിൻ്റെ ഗോട്ടിൻ്റെ ഉള്ളിൽ കയറണം നമുക്ക്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇവിടെ ഇത് തുറന്നാലേ ഉള്ളിൽ കയറാൻ പറ്റും. ഗോട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. ഗോ ഇൻസൈഡ്. യു ക്യാൻ ഗോ ഇൻസൈഡ്. എനിക്ക് ഇവളെക്കാളും പേടിയാണ്. എടാ അതിൻ്റെ എവിടെയും തൊടല്ലേ. കേട്ടാ. എന്തൊക്കെ കളർ. ഈ ഗോട്ടിൻ്റെ കളർ ഉണ്ട് കേട്ടാ. ഗോട്ടി ശരി. ഗോട്ട് പൂപ്പ് ചെയ്യുന്നുണ്ടാ. അങ്ങനെയാ ഗോട്ട് പൂപ്പ് കേട്ടാ. ദിസ് ഇസ് ഗോട്ട്സ് പൂപ്പു. ഇറ്റ്സ് സോ ടൈനി റൈറ്റ്? That is so poo-poo. യെസ് പൂപ്പു. അതാ വരുന്ന. അതാ ഒച്ചോടാ. എനിക്ക് വയ്യ. എൻ്റെ അടുക്കത്തേക്ക് തരണം കേട്ടോ. ഓ ഇനി കുറച്ച് സ്നേഹമാണ്. ഗോറ്റു അച്ഛാ. യെസ്.他家呀，那是有一个母鸡叼它的那个。哪是母鸡啊？那是那。Too much of love. Everybody needs love. 那是。സ്നേഹം കിട്ടാത്ത ഗോട്ടുകളോ. നക്കരുത്.你到那边不要去。കൊച്ചുങ്ങൾക്ക് സ്നേഹം. എവറിബഡി നീഡ്സ് ലവ്. എന്തിനാ അതും തിന്നരുത്. അതൊന്നും എൻ്റെ ബാഗാണ്. ഈ രണ്ട് കോട്ടിന് എന്നെ അങ്ങ് പെരുത്തിഷ്ടമായി നമുക്ക് തോന്നുന്നു. ഇത് ഇവിടുന്ന് മാറുന്നില്ല. ബാക്കി ഒരു കോട്ടൊക്കെ വേറെ ആൾക്കാർ വന്നപ്പോൾ ആ കോട്ടയ്ക്ക് മാറി. ഇവർ രണ്ടാളും ഇതിൻ്റെ അടുക്കൊന്നും മാറുന്നില്ല. വന്ന് ഒരച്ചോണ്ടിരിക്കുക ഇങ്ങനെ. നല്ല വിത്തിക്ക് എടുത്ത് പ്രസ്. ഓക്കെ ഗുഡ് ജോബ്. ഓക്കെ യെസ് വെരി ഗുഡ്. യെസ്
This finger and this finger. Very good, Shidi. Very good. Yes. ഇവിടെ അതൊന്നും കൂടാണ്ട് വേറെ കുറേ എന്തൊക്കെയൊക്കെയോ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണോ നമ്മളെ കുമ്പളങ്ങേൻ്റെയൊക്കെ സൺഫ്ലവർ ആണോ? അതാ ഞാൻ കുമ്പളങ്ങ എന്ന് പറയുന്നത്. ഐ മീൻ ആക്ച്വലി കുമ്പളങ്ങേൻ്റെ ചെടി ലുക്സ് ഓൾമോസ്റ്റ് ലൈക്ക് ദിസ്. ഞാൻ ഈ പടർന്നു പിടിച്ച സാധനം കണ്ടിട്ടാണ് പറഞ്ഞത്. ഓ ഇതെന്നാ ടൊമാറ്റോൻ്റെ ഷേപ്പ് ഒന്ന് ഇങ്ങനെ. ഇത് ഓ ലുക്ക് ഒരു ചുവന്ന ടൊമാറ്റോ അവിടെ ഉണ്ട്. ഓ ഐ തിങ്ക് ഇറ്റ്സ് ആപ്പിൾ. ഇത് ആപ്പിളാണോ? ഓ ഇത് ആപ്പിളാണ്. ലുക്ക് ദിസ് ആപ്പിൾ. അടിപൊളി. അയ്യോ വാഴ. ലുക്ക് അറ്റ് ദിസ് വാഴ. എന്തൊരു നീളം നോക്കിയിട്ട് നമ്മൾ ഈ വാഴക്ക്. ഓ അതുകൊണ്ട് പഴമൊക്കെ ഉണ്ട്. എനിക്ക് വയ്യ. എന്തൊരു ഹൈറ്റാന്നല്ലേ. ഭയങ്കര നീളമുള്ള വാഴയാണ് ആക്ച്വലി. നമ്മളെ നാട്ടിലെ വാഴക്കൊക്കെ ഏകദേശം എന്നെക്കാളും കുറച്ചുകൂടെ ഹൈറ്റും കൂടി ഉണ്ടാവാറുള്ളൂ. ഓ ഇവിടെ വേറെ കുറേ ഡക്സ് ഉണ്ടല്ലേ. മുമ്പോ എന്ത് സൈസാണ് ഇതിനൊക്കെ. ഈ ക്യാമറയിൽ കാണുന്നതല്ല കേട്ടോ. ആക്ച്വലി അതിനേക്കാൾ ഇതിന് സൈസ് ഉണ്ട്. ഞാൻ ക്യാമറയിൽ നോക്കുമ്പോൾ അതിന് അത്ര വലിയ സൈസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സിതി ലുക്ക് ഡക്കിൻ്റെ ഒക്കെ ലെഗൊക്കെ കണ്ട. ഡക്കിൻ്റെ നെക്ക് കണ്ടോ? നല്ല വലിയ നെക്ക്. ഇവിടെ നമ്മളിതേ ഇവിടെ നമ്മുടെ പൂവൻകോഴീനെ പോലത്തെ സാധനം കണ്ടു. പക്ഷേ അതുമല്ല ഇതിൻ്റെയൊക്കെ ഡബിൾ. നമ്മുടെ നാട്ടിലേൻ്റെയൊക്കെ സൈസ് ഉണ്ട് കേട്ടോ. മിക്കവാറും ഒരു കൊത്ത് കിട്ടാനുള്ള കളിയാണ് നമ്മൾ കളിക്കും. ഓ ഇതൊക്കെ ലുക്ക് കൊറിയാൻഡർ. അതാ കൊറിയാൻഡർ ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ഐ തിങ്ക് ദാറ്റ് ഈസ് ബേബി സ്പിനച്ച് എന്ന്. ഇത് കൊറിയാൻഡർ ആൻഡ് ഇത് സൺഫ്ലവർ ഈ കാണുന്ന വലുത്. ആൻഡ് ഇത് എന്താണാവോ? ഇത് ഈ ലെറ്റസൊക്കെ പോലത്തെ എന്തോ ഒരു ലീഫാണ്. ഓ കൊള്ളാം അല്ലേ. ദാറ്റ്സ് നൈസ്. അപ്പം ഇതാണ് ആക്ച്വലി നമ്മളിപ്പം കണ്ട. എനിക്ക് ആക്ച്വലി പശുക്കളെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താ എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിവിടെ കാണുന്നില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ. അങ്ങനെ ഒരു 3-4-5 ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി സിദ്ധി നല്ല എൻജോയ് ചെയ്തു. ഇതിൻ്റെ പേര് കോളിംഗ്വുഡ് ചിൽഡ്രൻ ഫാം എന്നാണെന്ന് കേട്ടോ. അപ്പം പിന്നെ ഇന്നിപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർ ദാൻ ദാറ്റ് ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ് വാസ് എന്താ പറയുക, മെൽബണിൽ ഇതുവരെ വരാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് ഒരു 2-3 മണിക്കൂറത്തേക്ക് നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി കുട്ടികളുണ്ടെങ്കിൽ നല്ലതായിട്ട് എൻജോയ് ചെയ്യും. ഈവൻ നമുക്കായാലും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ പാമ്പുണ്ട്, സൂക്ഷിക്കണം. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിവേസ് ഈ കുഞ്ഞ് ഫാം ആനിമൽസിൻ്റെ കൂടെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസും ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ. സേ ബൈ. കണ്ട നിങ്ങളോട് ബായ് പറയാൻ വേണ്ടി ഒരാൾ ഓടി വരുന്നുണ്ട്. ബൈ.